ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രജീസ് വ്ളോഗ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്കിൻ കെയർ സ്ക്രബും നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് പൗഡറുമാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോ കാണാം. അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ മുഴുവനായിട്ട് കാണാനൊന്ന് ശ്രമിക്കണം കേട്ടോ. ആദ്യം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ കെയർ സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് നമുക്ക് നമ്മുടെ കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന സൺ ടാനും അതേപോലെ തന്നെ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനൊക്കെ കുറഞ്ഞ് കിട്ടാനായിട്ട് ഈ സ്ക്രബ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ക്ലീൻ ആയിട്ടുള്ളൊരു ബോട്ടിലൊരു പാത്രം വേണം. ഞാനിവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഇതാണ് നമ്മുടെ സ്ക്രബിങ് ഏജൻറ്റ്. ഇത് നമ്മുടെ സ്കിന്നൊന്ന് ലൈറ്റനിങ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇത് നല്ലൊരു അടിപൊളി ക്ലെൻസർ കൂടിയാണ്. എല്ലാവിധ സ്കിൻ ടൈപ്പുകാർക്കും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അരിപ്പൊടി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാനൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് സ്കിന്നൊന്ന് ബ്രൈറ്റൺ അതേപോലെ ഒന്ന് ലൈറ്റൺ ആക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അരിപ്പൊടിയിലേക്ക് ഞാൻ 1.25 ടീസ്പൂണോളം തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചൂടാക്കി ഒന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം മെൽറ്റ് ചെയ്ത് ഭയങ്കര പച്ചവെള്ളം പോലെ ഇരിക്കുന്നത്. ഇത് ഒറിജിനൽ തേനാണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയും തേനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ലെമൺ ജ്യൂസാണ്. ഇതിപ്പോൾ ഞാൻ കയ്യിലാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ലെമൻ്റെ പകുതി ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു 2 ഡ്രോപ്സോളം ലെമൺ ജ്യൂസ് മതിയാവും കേട്ടോ. ഇതിൽ നമ്മൾ തേനും ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേൻ നമ്മുടെ സ്കിന്നൊന്ന് സോഫ്റ്റൻ ആക്കാനും സ്കിന്നിൽ ആ ഒരു മോയ്സ്ചറൈസിങ് അത് ലോക്ക് ചെയ്ത് വെക്കാനുമായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല കറുത്ത പാടൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ തേന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലെമൺ ജ്യൂസിൽ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അരിപ്പൊടിയിൽ ലെമൺ ജ്യൂസും തേനും മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിൽ എവിടെയാണോ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. മസാജ് ചെയ്തുകൊണ്ട് നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാം. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും ഡെഡ് സെൽസും ഒക്കെ റിമൂവ് ചെയ്ത് സ്കിന്നിലെ പിഗ്മെൻറ്റേഷനൊക്കെ കുറച്ചിട്ട് സ്കിന്നൊന്ന് ഗ്ലോ ചെയ്യാനും ലൈറ്റൻ ചെയ്യാനും ഒക്കെ ഈ സ്ക്രബിങ് മെത്തേഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നനവൊന്നും പാടില്ല, നല്ല ക്ലീൻ ആയിട്ട് ഉണങ്ങിയിട്ടുള്ള ഒരു ബൗളാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1.25 ടീസ്പൂണോളം സാൻഡൽ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചന്ദനത്തിൻ്റെ പൊടി. ഇതിലേക്ക് പിന്നീട് ഞാൻ ഓറഞ്ച് പീൽ പൗഡർ 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ചെറുപയർ പൊടി, 1 ടീസ്പൂണോളം മുൾത്താനി മിട്ടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂണോളം കടലപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത്രയാണ് ഞാൻ ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് രീതികൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിലെ അഴുക്കും പൊടിയൊക്കെ മാറി ക്ലീൻ ആവാനും ഡൾ സ്കിന്ന് മാറാനും സ്കിന്നൊന്ന് ടൈറ്റൻ ആവാനും പിമ്പിൾസൊക്കെ മാറാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ചെറിയ രീതിയിൽ നമ്മുടെ സ്കിന്നിൽ ലൈറ്റനിങ്ങും അതേപോലെ തന്നെ ഗ്ലോയും ഒക്കെ ഉണ്ടാവും.
എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ക്ലീൻ ആയിട്ടുള്ള നനവില്ലാത്ത വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള ഒരു ചെറിയ ബോട്ടിൽ നമുക്ക് ഇട്ട് വയ്ക്കാം. എന്നിട്ട് കാറ്റ് കയറാത്ത രീതിയിൽ നന്നായിട്ട് മുറുക്കി അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ മോർണിംഗ് സ്കിൻ കെയറിനും ഒക്കെ ഫേസ് വാഷായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. കുറച്ച് വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും വിട്ടു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.